ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, വിശേഷാൽ ഇന്ന് രാത്രിയിൽ ഈ സമ്മേളനം നിയന്ത്രിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് സാം അവറുകൾ, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സെക്ഷൻ്റെ പ്രസ്ബിറ്ററായി ഏറ്റവും സ്തുത്യർഹമായി സേവനം ചെയ്യുന്ന, ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വേദാധ്യാപകൻ കൂടിയായ പാസ്റ്റർ പ്രിൻസ് എം അവർകൾ ഏറ്റവും ഭംഗിയായി ഈ കൺവെൻഷനും അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പുനലൂർ വെസ്റ്റ് സെക്ഷനും നേതൃത്വം കൊടുക്കുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന് നേതൃത്വം നടക്കുന്ന ബൈബിൾ സ്കൂൾ പ്രവർത്തനങ്ങൾ, മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യ മീര, എൻ്റെ ഭാര്യ, അവർ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ്. അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട്. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഡോക്ടർ KJ മാത്യു സാർ, ദീർഘവർഷങ്ങളായിട്ടുള്ള സ്നേഹബന്ധമാണ്, അടുപ്പമാണ്. ഒത്തിരി വർഷങ്ങളായി ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് രാത്രിയിൽ അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിലായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെയും ദൈവം ഈ കാലഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിൽ വളരെ ശക്തമായി ഉപയോഗിക്കുന്നുവല്ലോ. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ആ ദൈവദാസനെയും ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സെക്ഷൻ്റെ വിവിധ മേഖലകളിൽ കമ്മിറ്റി അംഗങ്ങളായി, മെമ്പേഴ്സായി, സെക്രട്ടറി ആയിട്ടൊക്കെ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർ, അവരൊക്കെ ഈ വേദിയിലുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റവറൻഡ് ഡോക്ടർ KT മാത്യു, ഇതിൻ്റെ സെക്രട്ടറി പാസ്റ്റർ KM ജോസഫ്, ട്രഷറർ പാസ്റ്റർ ഫിലിപ്പ് സാം, കമ്മിറ്റി മെമ്പേഴ്സ് ജെയിംസ് കുട്ടി, MA സാബു, അവരൊക്കെ സാബുജാനൊക്കെ വളരെ പ്രിയമുള്ള ദൈവദാസനാണ്. മുൻ എക്സിക്യൂട്ടീവ് മെമ്പർ പാസ്റ്റർ ജോസ് തോമസ് പ്രത്യേക വന്ദനം അറിയിക്കുന്നു. പാസ്റ്റർ PS എബ്രഹാം അവറുകൾ, അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ സഹപാഠിയാണ്. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. പാസ്റ്റർ PS എബ്രഹാം അവറുകൾ ഡാളസിൽ സഭയുടെ പാസ്റ്ററായിരിക്കുമ്പോൾ അവിടെ ചെന്ന് ശുശ്രൂഷിക്കുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് അവസരമൊരുക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം നാട്ടിൽ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും, എനിക്ക് പാസ്റ്റർ PG ശാമുവേൽ ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ വന്ദനം ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ തഞ്ചാവൂർ വില്യംസ്, ഇവിടെ സ്റ്റേജിലായിരിക്കുന്ന പ്രിയ സുനിൽ സോളമൻ ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവോ? ഹല്ലേലൂയ. എന്തെങ്കിലും സന്തോഷിക്കുവാനൊരു വകയുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധിയിലല്ലാതെ വേറെ എങ്ങുമില്ല. പ്രൈസ് ദി ലോർഡ്. വീട്ടിനെ കുറിച്ച് ചിന്തിച്ചാൽ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ, മനസ്സിവിടെ നിൽക്കത്തില്ല. സ്വന്തം ശരീരത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഉള്ള സന്തോഷം കൂടി നിന്നു പോകും. മക്കളെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ ടെൻഷൻ വർദ്ധിക്കും. ജോലിയെക്കുറിച്ച് വിചാരിച്ചാൽ ഉറക്കം തന്നെ ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെടും. മനുഷ്യൻ്റെ ജീവിതം ഇന്ന് അങ്ങനെയാണ്. ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു ലോകം, സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു ലോകം, പ്രതിസന്ധികൾ കൊണ്ട് നമ്മളെ മൂടുന്ന ഒരു ലോകം, എങ്ങും ഇന്ന് നമുക്ക് സ്വസ്ഥത കാണുവാൻ കഴിയാത്ത ഒരു ലോകം. എന്തെങ്കിലും ഒരു സ്വസ്ഥതയ്ക്ക് വകയുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് ലഭിക്കാത്ത ഒരു സ്വസ്ഥതയില്ല, ഇവിടെ ലഭിക്കാത്ത ഒരു സമാധാനമില്ല, ഇവിടെ ലഭിക്കാത്ത ഒരു രോഗസൗഖ്യമില്ല. അതുകൊണ്ട് എല്ലാവരും ഏകാഗ്രതയോടും പ്രാർത്ഥനയോടും അല്പം മിനിറ്റുകൾ ദൈവസന്നിധിയിലായിരിക്കാൻ ഏവരെയും ഞാൻ ഓർപ്പിച്ചുണർത്തുന്നു. സമയം മുന്നോട്ട് വളരെ വേഗം കുതിക്കുന്നതിനാൽ മുഖവരിയായി അധികമൊന്നും ഇനിയും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേദപുസ്തകത്തിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ ഏവരുടെയും ശ്രദ്ധയൊന്ന് തിരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ധന്യനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം
അധ്യായം 7, 8, 9 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. മതി. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത് പട്ടണത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ എനിക്ക് ആമുഖമായി പറയുവാനുണ്ടെങ്കിലും ഞാൻ ആമുഖമായി ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. വേദപുസ്തക കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പട്ടണമായിരുന്നു കൊരിന്ത്. ഇന്നത്തെ അധ്യക്ഷൻ ചില വാക്കുകളൊന്ന് ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ആ പട്ടണത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലായിരുന്നു. യൂണിവേഴ്സിറ്റികൾ പലതുണ്ടായിരുന്നു, കോളേജുകൾ ഉണ്ടായിരുന്നു. യവനായ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു കൊരിന്ത്. യവനായ സംസ്കാരം എന്ന് പറയുമ്പോൾ ഫിലോസഫേഴ്സ് അടക്കി വാഴുന്ന ഒരു പട്ടണം, ഭരിക്കുന്ന ശക്തന്മാരായ രാജാക്കന്മാർ. ആ പട്ടണത്തിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ലാത്തതൊന്നും അവിടെ ഒന്നുമില്ല എന്ന് പറയുവാൻ കഴിയാത്ത ഒരു പട്ടണമായിരുന്നു. ഒളിമ്പിക്സ് തുടങ്ങിയുള്ള മഹാസമ്മേളനങ്ങൾ നടക്കുന്ന പശ്ചാത്തലമുള്ള പട്ടണങ്ങൾ. അങ്ങനെ എടുത്തു പറയുവാൻ ഒത്തിരി പ്രത്യേകതകളുള്ള ഈ പട്ടണത്തിൽ ധന്യരായ പൗലോസ്ലീഹ സുവിശേഷ പ്രസംഗവുമായി ചെന്നപ്പോൾ യവനന്മാരെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് ഫിലോസഫേഴ്സിൻ്റെ ജ്ഞാനം. അവർക്ക് ഫിലോസഫേഴ്സ് എന്ന് പറയുവാൻ പ്രസിദ്ധരായ വ്യക്തികളുണ്ട്, പിതാക്കന്മാർ. അവരെ സംബന്ധിച്ചിടത്തോളം സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഡയോജനസ് ഇങ്ങനെയുള്ള മഹാരഥന്മാരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഗ്രീക്കിൻ്റെ മണ്ണ്, കൊരിന്തിൻ്റെ മണ്ണ്. ഇവിടെയാണ് പൗലോസ് നിൽക്കുന്നത്. അപ്പോൾ ജ്ഞാനത്തെ അന്വേഷിക്കുന്ന ഈ വലിയ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്, യൂണിവേഴ്സിറ്റികളുടെ മുന്നിൽ നിന്നുകൊണ്ട്, ഫിലോസഫിക്കൽ കോളേജുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് ധന്യനായ പൗലോസ്ലീഹ യേശു ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ പലരുടെയും ചെറിയുടെ കോണുകളിൽ പുഞ്ചിരി വിരിയുമായിരുന്നു. അത് പരിഹാസത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പലരുടെയും നെറ്റി ചുളിയുമായിരുന്നു. അത് പരിഹാസത്തിൻ്റെ ചുളിച്ചിലായിരുന്നു. പലരും കൈമലർത്തി കാണിക്കുമായിരുന്നു, നീ എന്താണ് ഇവിടെ പ്രസംഗിക്കുന്നത്? ഇങ്ങനെ അനേക ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ച ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അതിങ്ങനെ നമ്മൾ വായിച്ചു: ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അടുത്ത വാചകം നമുക്കൊരു സമ്മാനമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമ്മുടെ വിചാരം നമ്മൾ പ്രാപിച്ച നന്മകളുടെ ലിസ്റ്റ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന അല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമേറിയ നന്മയുടെ പേരാ യേശു ക്രിസ്തു. ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അവൻ ആരെന്ന് തിരിച്ചറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയ ഏറ്റവും ശ്രേഷ്ഠമേറിയ ജ്ഞാനം അത് ദൈവത്തിൻ്റെ മർമ്മമാ. അവൻ്റെ പേരാ യേശു ക്രിസ്തു. എല്ലാവരും ചേർന്ന് കർത്താവിനെ ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം, ഏകസത്യ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു. പിന്നെ അവൻ മനുഷ്യനെ സൃഷ്ടിച്ച് ആ ഭൂമിയിൽ ആക്കി. യഥാർത്ഥത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി, മനുഷ്യന് ഭൂമിയുടെ മേൽ ഭരണം നടത്തുവാനുള്ള കർത്തൃത്വം ദൈവം നൽകി, അധികാരം ദൈവം കൈമാറി. വാഴാനാ പറഞ്ഞത്, വാൺകൊള്ളുക, വാഴുക എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുകളിൽ ഇനി ആരും ഉണ്ടാകുകയില്ല എന്നായിരുന്നു ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തം. സത്യത്തിൽ ഏദനിൽ ആദമിനും ഹവ്വയ്ക്കും തുറന്നു കിട്ടിയതുപോലെ ഒരു ഓപ്പണിംഗ് ഈ ഭൂമിയിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. എല്ലാത്തിനെയും അടക്കി വാഴുവാൻ സൗഭാഗ്യം ദൈവം അവർക്ക് കൊടുത്തു. എന്നിട്ട് ദൈവം ഒരു വാചകം പറഞ്ഞു:
എല്ലാത്തിനെയും അധികാരം കൊടുത്തിട്ട് പറഞ്ഞ വാചകം, നാളെ വെയിലാറുമ്പോൾ ഞാൻ വരും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഇതായിരുന്നു കൊടുത്ത ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് പരിഹരിക്കാം. ആ സ്നേഹത്തിൻ്റെ ആഴമൊന്ന് ഓർത്തേ. എല്ലാ വഴികളും തുറന്നു കൊടുത്ത്, സൗഭാഗ്യങ്ങളുടെ കലവറകൾ അവരുടെ മുന്നിൽ തുറന്നു കൊടുത്ത്, വിശാലമായ സ്ഥലം അവർക്ക് വേണ്ടി ഒരുക്കി, ഭൂമിയിലെ പാരഡൈസ്, പർദീസ് എന്ന് വിളിക്കാവുന്ന ഏദന്റെ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിച്ചിട്ട് ദൈവം പറയുക, നാളെ വെയിലാറുമ്പോൾ ഞാൻ വീണ്ടും വരാം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് പരിഹരിക്കാം. എന്നാൽ 24 മണിക്കൂർ, ഞാൻ അങ്ങനെ ഒരു സംഖ്യ അങ്ങ് പറയുക. പിറ്റേ ദിവസം വെയിലാറുമ്പോൾ ദൈവം വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയെ സാത്താൻ എന്ന് പറയുന്ന ദുഷ്ടശക്തി വകഞ്ഞെടുത്ത് തൻ്റെ ഭാഗത്ത് നിർത്തുന്ന ചരിത്രം പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ. അത് നമുക്കെല്ലാവർക്കും അറിയാം. എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ? മനുഷ്യന് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തെ സാത്താൻ തട്ടിയെടുത്ത് അവൻ ഭൂമിയുടെ മേൽ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചു. ദൈവകൽപ്പന ലംഘിക്കുവാൻ പൈശാചിക മണ്ഡലങ്ങൾ, സാത്താന്യ ശക്തികൾ മനുഷ്യനെ പ്രലോഭിപ്പിച്ചു. മനുഷ്യൻ ആ പ്രലോഭനത്തിലേക്ക് വഴങ്ങിയത് കൊണ്ട് ഭൂമിയിലേക്ക് പാപം ഇറങ്ങി വന്നു, പാപം വെളിപ്പെട്ടു. അതല്ലേ അതിൻ്റെ സത്യം? ഭൂമി പാപഭങ്കുലമായി മാറി. ഈ ഏദൻ എന്ന് പറയുന്ന വിശുദ്ധ സ്ഥലത്ത് വാഴുവാൻ ദൈവം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുവെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പന മനുഷ്യൻ ലംഘിച്ചത് മുഖാന്തരം അവൻ കാലുകുത്തുന്ന ഭൂമി പാപഭങ്കുലമായ ഭൂമിയായി മാറി. അത് ശപിക്കപ്പെട്ടു. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. എന്നാൽ അത് ശപിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു മാറി. സാത്താൻ ഭൂമിയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. ആദാമിൽ നിന്ന് ആധിപത്യം അവൻ തട്ടിയെടുത്ത് ഭൂമിയുടെ അധിപനായി മാറി. അതാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ഈ ഭൂമിയുടെ തുടക്കത്തിലുള്ള സാത്താന്യരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ദുഷ്ടശക്തിയുടെ ആധിപത്യത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുക, മനുഷ്യൻ ചലിച്ചുകൊണ്ടിരിക്കുക. കാലാകാലങ്ങളിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി സാത്താന്റെ ആധിപത്യത്തിലേക്ക് അകപ്പെട്ടുകൊണ്ട് സാത്താന്റെ കയ്യിലെ ആയുധങ്ങളായി മാറി, സാത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായി മാറി. ദൈവത്തിൽ നിന്ന് വളരെ വിദൂരതയിൽ മനുഷ്യൻ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ ഞാനും നിങ്ങളും എത്തി നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ ഒരു പ്രസക്തി ഉണ്ട്. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ ഒരു പ്രസക്തി ഉണ്ട്. ഇന്ന് മനുഷ്യൻ അവനവനെ തന്നെ മറന്ന് ജീവിക്കുകയല്ലേ. ഏദനിൽ ആരംഭിച്ച വെല്ലുവിളി ഇന്നതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ മാനവകുലത്തിന് നേരെ ഒരു സ്റ്റംബിളിംഗ് ബ്ലോക്കായി നിൽക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ആര് ഈ പ്രശ്നം പരിഹരിക്കും? ആര് ഞങ്ങളെ ഒന്ന് രക്ഷിക്കും? ആര് ഞങ്ങളെ ഒന്ന് വീണ്ടെടുക്കുമെന്ന് മാനവകുലത്തിന് ചോദ്യം ഉയർത്തുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ, കൈവിടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ യുവതലമുറയുടെ ആവേശം എന്തെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. കഴിക്കാവുന്നിടത്തോളം തിന്നാവുന്നിടത്തോളം തിന്നുക, കുടിക്കാവുന്നിടത്തോളം കുടിക്കുക. കാരണം നാളെ നമ്മൾ ചാകുമല്ലോ. ജീവിതം തങ്ങൾക്ക് ബോധിച്ചതുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റും തഴച്ചു വളരുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തിയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് നമ്മുടെ മണ്ണിനെ കീഴടക്കി കഴിഞ്ഞു. എക്കണോമിക് റിസഷൻ ശക്തമായി കൊണ്ടിരിക്കുക. ജോലികൾ നിന്ന നിൽപ്പിൽ വിദേശ രാജ്യങ്ങളിൽ പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ബിസിനസ്സുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. കൈവിടപ്പെട്ടു പോയൊരു ജീവിതം, ലോണുകൾ തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ മനുഷ്യനെന്ന് പതറി നിൽക്കുക. സാമ്പത്തിക മേഖലകളിൽ ഇന്ന് മനുഷ്യൻ വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാലഘട്ടം. ഈ ഭൂമിയുടെ സ്വസ്ഥത എടുത്തു കളയുക എന്നുള്ള ലക്ഷ്യത്തോടെ ഏദനിൽ തുടങ്ങിയ പ്രക്രിയ ഇന്നും ദുഷ്ടശക്തി അതിൻ്റെ പൂർവാധികം ബലത്തോടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വല്ലാത്ത കാലഘട്ടത്തെ ഞാനും നിങ്ങളും പ്രതികരിക്കുമ്പോൾ, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലർക്ക് ജീവിതത്തിൽ ഒരു വിജയം മടക്കി തരുവാൻ കഴിവുള്ള ഒരുവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവന്റെ പേരാ യേശു ക്രിസ്തു. മാരക രോഗങ്ങൾ
ഇന്ന് നമ്മുടെ സമൂഹത്തെ തകർത്തെറിഞ്ഞിരിക്കുകയല്ലേ? ആർക്കിന്ന് ഈ ഭൂമിയെ രക്ഷിക്കുവാൻ കഴിയും? രോഗത്തെക്കാൾ രോഗം വന്നതിന് ശേഷമുള്ള ചികിത്സ ഇന്നൊരു കീറാമുട്ടിയായി മനുഷ്യന്റെ മുന്നിൽ നിൽക്കുകയല്ലേ? വല്ലാത്ത ഒരു കാലഘട്ടം. മാരക രോഗങ്ങൾ ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുക. രക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് രോഗികൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുകയല്ലേ? മദ്യവും മയക്കുമരുന്നും ഇന്നത്തെ തലമുറയുടെ ഇഷ്ടയാഹാരമായി മാറിയിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തിയില്ലേ? ഇന്നത്തെ തലമുറകൾ ആഹാരം കഴിക്കാതെ ദിവസങ്ങൾ കാത്തിരിക്കും. എന്നാൽ നിശ്ചിത സമയമാകുമ്പോൾ മദ്യമോ മയക്കുമരുന്നോ ഉള്ളിലെത്തിയില്ലെങ്കിൽ അക്രമാസക്തരാകുന്ന, പിടിച്ചു പറിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ഗുണ്ടാ സംഘങ്ങളുടെ കൂടെ ചേർന്ന് ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്ന മോഷ്ടാക്കളായി മാറുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തിയിരിക്കുക. രക്ഷിക്കുവാൻ കഴിയുന്നതിനപ്പുറം നമ്മുടെ സമൂഹം ഇന്ന് തകർച്ചയുടെ വക്കിൽ നിൽക്കുക. ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് നെട്ടോട്ടം ഓടുന്നവർ, ഡോക്ടർമാരെ കാണുവാൻ പരക്കം പായുന്നവർ, ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇന്ന് നമ്മൾ വസിക്കുന്ന ഭൂമിയുടെ അവസ്ഥ തകർന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, എന്തിനേറെ പറയുന്നു, മനുഷ്യൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് കഴിയാതെ ജീവിതത്തെ ശപിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അല്ല, ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് 25 പേർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കും. ഞാൻ എങ്ങനെ ഇത്ര ഉറപ്പുള്ള ഈ സംഖ്യ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതൊരു ആവറേജ് കണക്കാ. ഒരു ദിവസം 25 പേർ കേരളത്തിൽ ആത്മഹത്യ ചെയ്യും. അതിന്ന് നിലനിൽക്കുന്ന ഒരു സംഖ്യ. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ജീവിതം മടുത്ത ഒരു സമൂഹം നമ്മുടെ മധ്യത്തിൽ പെരുകിയിരിക്കുക. അടുത്ത സമയത്ത് കൊച്ചിയിൽ ആത്മഹത്യ ചെയ്ത ഒരു ഡോക്ടറുടെ പോക്കറ്റിൽ ഒരു ആത്മഹത്യാ കുറിപ്പുണ്ടായിരുന്നു. 50 ലക്ഷമായിരുന്നു ഒരു മാസത്തെ സാലറി. ഒരു മാസം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് 50 lakhs, അതാണ് ഒരു മാസത്തെ സാലറി. ആ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരുന്ന വാചകം എന്തെന്നറിയാമോ? ആ സർജറിയൊക്കെ ചെയ്യുമ്പോൾ കൈക്കൊരു വിറയൽ ഉണ്ടാകുന്നതായിട്ടൊരു സംശയം. കൈക്കൊരു വിറയൽ. അടുത്ത എഴുത്തിങ്ങനെയാ: കരിയർ നഷ്ടപ്പെട്ട് എനിക്ക് ജീവിക്കണ്ട. തൻ്റെ കരിയർ നഷ്ടപ്പെടുമോ എന്ന് തോന്നിയപ്പോൾ ഒരു ജാൻ കയറന്വേഷിച്ച ഒരു ഡോക്ടർ എവിടെ പോയി നിൽക്കുന്നു? നമ്മുടെ കാലഘട്ടത്തിൻ്റെ അവസ്ഥകൾ മറന്നു പോകരുത്. നമ്മൾ വിചാരിക്കുന്നതിലും ഇന്ന് സമൂഹം കൈവിടപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പല മേഖലകളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സത്യം പറയാം. ഇന്നത്തെ മാതാപിതാക്കൾ ഏറ്റവും അധികം പേടിക്കുന്നത് സ്വന്തം മക്കളെയാ. ദൈവത്തെക്കാൾ അവർ പേടിക്കുന്നത് സ്വന്തം മക്കളെയാ. 16-കാരനും 17-കാരനും അപ്പൻ്റെ നേരെ കണ്ണുരുട്ടുമ്പോൾ മുട്ടിടിക്കുന്ന അപ്പന്മാർ, മിണ്ടാതാകുന്ന അപ്പന്മാർ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. 15 വയസ്സുകാരി അമ്മയുടെ നേരെ നോക്കി കണ്ണു മുഴപ്പിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന അമ്മമാർ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. അപ്പൻ മക്കളെ വഴക്ക് പറയുവാൻ തുനിഞ്ഞാൽ രഹസ്യമായി അപ്പനെ വിലക്കുന്ന അമ്മമാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത്, ഈ സമൂഹത്തിൽ നടക്കുന്ന നഗ്ന യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ആർക്കും ആരെയും രക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് സമൂഹം ഭയത്തിന് അടിമകളായി. പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാർ വീടിൻ്റെ ഉമ്മറത്തിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ദൈവദാസന്മാർ, ഇവിടെ ഇരിക്കുന്നത് നല്ലൊരു ഭാഗത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചരിത്രമാണ് ഞാൻ പറയുന്നത്. അവർ ഇരിക്കുന്നതിൻ്റെ മുന്നിൽ കൂടി വാതിലിൽ കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ മടിച്ച ഒരു തലമുറ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ കാലത്തിൻ്റെ കടന്നുപോക്കിൽ ഇന്നത്തെ തലമുറകളുടെ അവസ്ഥ എന്താണ്? ചോദിക്കാൻ പേടിക്കുന്ന മാതാക്കൾ, പിതാക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തിയിരിക്കുകയാണ്. അടുത്ത ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ്, അല്പനാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ 5 പേരെ കൊന്ന ഒരു കൗമാരക്കാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? വീട്ടിലെ 5 പേരെ അവൻ കൊന്നു. കൗമാരക്കാരൻ, യുവാവൊന്നും ആയിട്ടില്ല, ബാല്യം കഴിഞ്ഞു, കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുക. അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പോലീസുകാരൻ അവനോട് ചോദിച്ചു, എന്തിനാടാ നിന്റെ വല്യമ്മയെ കൊന്നത്? 96 വയസ്സ് പ്രായമില്ലേ? കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുകയല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അവർ പോയേനേമല്ലോ, നീ എന്തിനാ അവരെ കൊന്നത്? ആ കൗമാരക്കാരൻ്റെ മറുപടി കേൾക്കണമോ? എന്നെ കാണുമ്പോൾ അവർക്കൊരു ഉപദേശമുണ്ട്, മോനെ നല്ലതായിട്ട് ജീവിക്കണം, നേരെ ചൊവ്വേ ജീവിക്കണം, കുഴപ്പത്തിലൊന്നും പോയി ചാടരുത്. അവൻ്റെ അടുത്ത വാചകം, ആർക്ക് കേൾക്കണം അവരുടെ ഉപദേശം?
ആർക്ക് കേൾക്കണം അവരുടെ ഉപദേശം? അവൻ ആയുധത്തിന് മൂർച്ച കൂട്ടിയപ്പോൾ നല്ലതായി ജീവിക്കണമെന്ന് ഉപദേശിക്കുന്ന വല്യമ്മ അവൻ്റെ ഒരു ഇരയായി മാറി. കാലം കൈവിട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദുഷ്ടശക്തി മാനവകുലത്തെ അടക്കി വാഴുന്ന ഈ വല്ലാത്ത കാലഘട്ടത്തിൽ ഇന്ന് രാത്രിയിൽ ദുഷ്ടമണ്ഡലത്തെ ഭേദിക്കുവാൻ കഴിയുന്ന ദൈവശക്തിയിലും നമ്മുടെ സ്തുതിയിലും ആരാധനയിലും പുനലൂർ പട്ടണത്തിൽ ദൈവസഭ ജയമെടുക്കുന്ന രാത്രിയായി തീരട്ടെ. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. രണ്ട് വിധത്തിൽ നമ്മൾ ദൈവവുമായി കടപ്പെട്ടിരിക്കുന്നവരാണ്. ഒന്നാമത്തെ വിധം നമ്മുടെ സൃഷ്ടിപ്പാണ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത എന്താ പ്രിയമുള്ളവരെ? നമ്മൾ ആരും ആവശ്യപ്പെട്ട് ഈ ഭൂമിയിലേക്ക് വന്നവരല്ല. ഇന്ന വീട്ടിൽ ഇന്ന മാതാപിതാക്കൾക്ക് ഇന്ന വർഷം ജനിക്കണം എന്ന് പറഞ്ഞു വന്നവരാരും ഇന്ന് രാത്രിയിൽ ഇവിടെ ഇല്ല. ചോദിക്കാത്ത വീട്ടിൽ, ചോദിക്കാത്ത മാതാപിതാക്കൾക്ക്, ചോദിക്കാത്ത ദേശത്തിൽ, ചോദിക്കാത്ത വർഷത്തിൽ നമ്മളെ എല്ലാവരെയും ഈ ഭൂമിയിലേക്ക് അയച്ച ഒരു സൃഷ്ടിതാവുണ്ട്. ജനനം സംബന്ധിച്ചും സൃഷ്ടി സംബന്ധിച്ചും നമുക്കാർക്കും ഒരു റോളില്ല. അത് ദൈവത്തിന്റെ പദ്ധതി മാത്രമാണ്. ദൈവത്തിന്റെ പദ്ധതി മാത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ രണ്ടാമത്തെ ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുടെ പേരാണ് വീണ്ടെടുപ്പ്. ആ പദ്ധതി വരുമ്പോൾ അറിയാതെയല്ല, നമ്മൾ മനസ്സറിഞ്ഞ് ഒരുക്കപ്പെടേണ്ടുന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ പേരാ, തിരിച്ചറിയേണ്ടുന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ പേരാ വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. സൃഷ്ടി കൊണ്ട് നമ്മൾ പ്രത്യേകതയുള്ളവരാ. എന്താ സൃഷ്ടി കൊണ്ടുള്ള നമ്മുടെ പ്രത്യേകത? നമ്മളെ പോലെ വേറെ ഒരാൾ ഈ ഭൂമിയിലില്ല. എന്നെ പോലെ മറ്റൊരാൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേരും ഒരേ വ്യക്തിത്വമായി പാറത്തില്ലേ? അപ്പോൾ എന്തായിത്തീരും? ആ സ്നേഹത്തിനൊരു കുറവ് വരുമോ? ഞാനൊരു കാര്യം തുറന്നു പറയാം. സയൻസും മറ്റു പലരുമൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരാളെ പോലെ 7 പേര് ഈ മണ്ണിലുണ്ടെന്ന്? ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. ഒരാളെ പോലെ 7 പേരല്ല, ഒരാളെ പോലെ ഒരാൾ പോലും ഇല്ല. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ പിഴവ് സംഭവിക്കത്തില്ല. ഇവിടെ ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ. കാരണം അവൻ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവമാ. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ട്വിൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണുന്നവർക്ക്, പാസ്റ്റർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇരട്ടകളെ കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ. ഐഡന്റിക്കൽ ആയിട്ടുള്ള ട്വിൻസ് നമ്മുടെ ഭൂമിയിലുണ്ട്. എന്നാൽ സ്വന്തം അമ്മയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം അവരാരെന്നുള്ളത്. അമ്മയുടെ മുന്നിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. ഞാൻ പറഞ്ഞത് തിരിച്ചറിയാൻ പറ്റാത്തതിനെ പോലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മണ്ണിലാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം, ഒരാളെ പോലെ വേറെ ഒരാളില്ല. എമിഗ്രേഷൻ കൗണ്ടറിൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരോടും അവിടെ ഇരിക്കുന്ന ഓഫീസർ പറഞ്ഞിട്ടില്ലേ, ആ തമ്പൊന്ന് വെച്ചേ, ആ വിരലൊന്ന് വെച്ചേ. ആ വിരൽ തമ്പ് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ആ എമിഗ്രേഷൻ ഓഫീസറുടെ മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടർ പറയുന്ന ഒരു വാചകം എന്താണെന്നറിയാമോ? ഇയാളെ പോലെ മറ്റൊരാൾ ഈ ഭൂമിയിലില്ല. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഗൗരവം ഇന്ന് രാത്രിയിൽ ഓർത്തോടെ. ക്യാമറയിലേക്ക് നോക്കാൻ എമിഗ്രേഷൻ ഓഫീസർ പറയുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കുക മാത്രമല്ല, അതിനകത്തെ നൂതനമായ ചില ലെൻസുകൾ നമ്മുടെ റെറ്റിന തുളച്ചു ചെന്ന് ഒരു ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തും. ഇതുപോലെ മറ്റൊരു മനുഷ്യനില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ, സൃഷ്ടിപ്പെന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാ. അത് മനുഷ്യന് അതിലും ശ്രേഷ്ഠമേറിയതൊന്നും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ഫിക്സ് ചെയ്തിരിക്കുന്നവരാ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവർ. അതുകൊണ്ട് ഞാൻ തുറന്നു പറയാം, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ പന്തലിൽ വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടാത്തവരാരും ഇന്ന് രാത്രി ഇവിടെ ഇല്ല. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്വർഗത്തിന് വേണ്ടാത്തവരാരും ഇന്ന് രാത്രി ഇവിടെ ഇല്ല. അതുകൊണ്ട് സ്പെഷ്യലായി ദൈവം സൃഷ്ടിച്ച ഒരു സമൂഹമാ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ വീണ്ടെടുപ്പെന്നൊരു പദ്ധതി വെളിപ്പെടുവാനുള്ള കാരണം, ഏദനിൽ മനുഷ്യൻ എടഞ്ഞു, ദൈവത്തിൽ അകന്നു. പിശാചിന്റെ തന്ത്രത്തിൽ ആദമും ഹവ്വയും വീണുപോയി. അതുകൊണ്ട് ദൈവത്തിന് വീണ്ടും തിരിച്ചെടുക്കുവാൻ, തിരിച്ചു പിടിക്കുവാനുള്ള അവന്റെ പദ്ധതിയുടെ പേരാണ് നമ്മൾ പറഞ്ഞതുപോലെ വീണ്ടെടുപ്പ്. രണ്ടാമത്തെ പദ്ധതി, എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള അവന്റെ പദ്ധതി. ഈ വീണ്ടെടുപ്പിൽ സംഭവിച്ചതെല്ലാം നമുക്കറിയാം. മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയെല്ലാം അവൻ ഏറ്റെടുത്തു. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും സുപ്രധാനമായ വാക്യം ഇന്ന് രാത്രി ഞാനൊന്ന് ഉരുവിടാൻ പോകുകയാ. ഗോൾഡൻ വേഴ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകം, ആ വാചകമാണ്, ആ വാക്യമാണ് വീണ്ടെടുപ്പ് സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ വാക്യം. നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാചകം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകത്തക്കവണ്ണം
പുനലൂരിനെ അവൻ സ്നേഹിച്ച ദൈവമാ. ഈ ശബ്ദപരിധിയിൽ നിൽക്കുന്നവരെ അവൻ സ്നേഹിച്ച ദൈവമാ. അവന്റെ വീണ്ടെടുപ്പിന്റെ ശ്രേഷ്ഠതയാ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച് മാനവകുലത്തെ തിരിച്ചു പിടിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ പേരാ വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ വന്നവർ ചേർന്ന് ശബ്ദമുയർത്തി കർത്താവിനെ ഇന്ന് രാത്രിയിൽ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ചാട്ടെ. മാനവകുലത്തെ തിരിച്ചു പിടിക്കുവാനുള്ള അവന്റെ ശ്രേഷ്ഠ പദ്ധതിയുടെ പേരായിരുന്നു വീണ്ടെടുപ്പ്. തീർന്നില്ല പ്രിയമുള്ളവരെ. പൗലോസിന്റെ പ്രസിദ്ധമായ മറ്റൊരു ലേഖനം, യോഹന്നാന്റെ മറ്റൊരു ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, Gospel of John chapter 3 verse 16. നമ്മൾ മുമ്പേ പറഞ്ഞ വാചകം John 3:16. എന്നാൽ അതുപോലെ മറ്റൊരു 3:16 ജോൺ എഴുതിയിട്ടുണ്ട്. അത് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3:16. അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്തെന്ന് നാം അറിഞ്ഞിരിക്കുന്നു. ഒന്ന് ഓർക്കണേ, അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ. ഈർച്ചവാള് കൊണ്ട് തടി അറക്കുവാൻ വരുമ്പോൾ അവൾ നിയന്ത്രിക്കുന്ന മില്ലിലെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മില്ലിലെ ജോലിക്കാരൻ ആ തടി ഈർച്ചവാളിന്റെ നേരെ വെച്ച് അത് സ്ഥാനചലനം ഉണ്ടാകാതെ പിടിച്ചു വെക്കുമ്പോൾ ഈർച്ചവാൾ അതിനകത്തുകൂടി കയറി പോകുന്നത് പോലെ അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ. ഇതേ ആശയമാ യോഹന്നാൻ പറയുന്നത്. അവൻ വെച്ചു കൊടുത്തു. എന്തിനാ എടുത്തോ? നമ്മുടെ വീണ്ടെടുപ്പായിരുന്നു അവന്റെ വിഷയം. എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഒരു സാധാരണ ജനമല്ല, കർത്താവ് വീണ്ടെടുത്ത ഒരു സമൂഹമാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ഈർച്ചവാളിന്റെ മുന്നിൽ തടി വെച്ച് കൊടുത്തിട്ട് ഉദ്യോഗസ്ഥൻ അതിന് ചലനമുണ്ടാകാതെ ആ തടിയുടെ വിരിമാറിൽ കൂടി വാളുകേറ്റ് വിടുന്നത് പോലെ അവൻ പ്രാണനെ വെച്ചു കൊടുത്ത് വീണ്ടെടുത്തിയ ഒരു സമൂഹമാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ഇതിനെ രണ്ടിനെയും ഒന്നുകൂടി ചേർത്തുകൊണ്ട് റോമാലേഖനം 5:8 പൗലോസ് ഇപ്രകാരം എഴുതി, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എന്താ? ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ. ഇന്ന് രാത്രി എന്താ നമ്മുടെ ക്വാളിഫിക്കേഷൻ? ഇവിടെ ഇരിക്കുന്ന സമൂഹത്തോട് ഞാൻ ചോദിക്കുക, എന്താ നമ്മുടെ ക്വാളിഫിക്കേഷൻ? ഒരു IAS ഓഫീസർ ആയതുകൊണ്ടാണോ? ഒരു IPS ഓഫീസർ ആയതുകൊണ്ടാണോ? കളിയാങ്കൽ പകലോ മറ്റും ശങ്കരപുരി കുടുംബങ്ങളിൽ ജനിച്ചത് കൊണ്ടാണോ? IQ-വിൽ ഹൈ റേറ്റിൽ നിൽക്കുന്നത് കൊണ്ടാണോ? ഈ ലോകം ഇങ്ങനെയൊക്കെ ഉള്ളവരെ സ്നേഹിക്കുവാൻ ക്യൂ നിൽക്കും. എന്നാൽ ലോകം ക്യൂ നിൽക്കാത്ത ഒരു സമൂഹത്തെ തേടി വന്ന് സ്നേഹിച്ചവന്റെ പേരാ യേശു ക്രിസ്തു. എന്നിലും നിങ്ങളിലും അവൻ കണ്ട ക്വാളിഫിക്കേഷൻ, നമ്മൾ പാപികളായിരുന്നു, നമ്മൾ രോഗികളായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുക. ചില രോഗികളെ സ്നേഹിച്ച് ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. ചിലരുടെ പാപങ്ങളെ മോചിപ്പിക്കുവാൻ അവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ചിലരുടെ വീണ്ടെടുപ്പ് ഈ കൺവെൻഷനിൽ നടക്കുന്ന രാത്രിയായി തീരട്ടെ. കരങ്ങളെ തട്ടി ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, എങ്ങനെയാ വീണ്ടെടുപ്പ് നടന്നത്? പുത്രനെ നൽകിയും പ്രാണനെ വെച്ചു കൊടുത്തും നമുക്ക് വേണ്ടി മരിച്ചും സ്നേഹിച്ച സ്നേഹമാണ് വീണ്ടെടുപ്പിന് കാരണം. വീണ്ടെടുപ്പിന് കാരണം എങ്ങനാ? പുത്രനെ നൽകി പ്രാണനെ വെച്ചു കൊടുത്തു, നമുക്ക് വേണ്ടി മരിച്ചു. ഇതിലും വലിയൊരു വീണ്ടെടുപ്പ് ഈ ഭൂമിയിൽ നടന്നിട്ടില്ല. ഇവിടെ പലരും കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങളെ അനേകം മാതാപിതാക്കൾ മാറോട് ചേർത്തണച്ചിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഇതുപോലെ ഒരു വീണ്ടെടുപ്പ് ഇതുവരെ ഈ ഭൂമിയിൽ നടന്നിട്ടില്ല. ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ സ്നേഹം ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ മാത്രമല്ല, സഹോദരന്മാരായ നമ്മളും സമ്മതിക്കും, അമ്മയുടെ സ്നേഹം മാത്രമാണ്. അതുപോലെ ഒരു സ്നേഹത്തെ ഈ ഭൂമി വേറെ കണ്ടിട്ടില്ല. മാതൃസ്നേഹത്തോളം വലിയുള്ള ഒരു സ്നേഹം ഈ ഭൂമി വേറെ കണ്ടിട്ടില്ല. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമുക്കൊരു സത്യം മനസ്സിലായില്ലേ? ഈ ഭൂമിയിൽ അമ്മയുടെ സ്നേഹത്തിനും പരിമിതിയുണ്ട്, പരിമിതിയുണ്ട്. നമ്മുടെയൊക്കെ മെഡിക്കൽ കോളേജുകളുടെ വാതിക്കൽ തൂക്കിയിരിക്കുന്ന ഒരു തൊട്ടിലിൻ്റെ പേര് നിങ്ങൾക്കറിയാം, അമ്മത്തൊട്ടിൽ എന്നാ പേര്. എന്തിനാ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത്? ഓരോ ദിവസവും തെരുവിൽ വലിച്ചെറിയപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടി. പിറ്റേ ദിവസം കുഞ്ഞുങ്ങളുടെ ശരീരം പട്ടി കടിച്ചും പൂച്ച കടിച്ചും കാക്ക കൊത്തിയും തെരുവിൽ വലിച്ചെറിയപ്പെടുന്നു. ഓരോ രാത്രിയിലും ഒത്തിരി ഒത്തിരി കുഞ്ഞുങ്ങളുടെ ശരീരം ഇങ്ങനെ തെരുവിൽ വലിച്ചെറിയപ്പെടുന്നത് രാവിലെ
രാവിലെ പട്ടി കടിച്ച് റോഡിൽ കഷ്ണങ്ങളായി കിടക്കുന്നത് കണ്ടപ്പോൾ ഗവൺമെന്റ് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അമ്മയ്ക്ക് വേണ്ടാത്ത കുഞ്ഞിനെ ഇവിടെ കൊണ്ടിട്ടാൽ മതി, അത് നിശ്ചിത സമയം കഴിയുമ്പോൾ ബെല്ലടിക്കും, അമ്മ ആരെന്നറിയത്തില്ല. ഈ ബെല്ലടിക്കുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് ഒരു നേഴ്സ് ഓടി വരും, ഈ കുഞ്ഞുമായി ഒരു ബന്ധവും കാണത്തില്ല. ആ കുഞ്ഞിനെ വാരി തൻ്റെ മാറോടണച്ച് അകത്തേക്ക് പോകും. ആ സ്നേഹം അമ്മത്തൊട്ടിലിൻ്റെ സ്നേഹമാ. അത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ചരിത്രം കാര്യം ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ. മിക്ക രാത്രികളിലും നമ്മുടെ മിക്ക മെഡിക്കൽ കോളേജുകളുടെ ഈ വാതിക്കൽ വെച്ചിരിക്കുന്ന അമ്മത്തൊട്ടിലുകൾ ചലിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അമ്മയ്ക്ക് വേണ്ടാത്ത ഒത്തിരി കുഞ്ഞുങ്ങൾ പറക്കുന്നൊരു മണ്ണ നമ്മുടെ മണ്ണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ സ്നേഹത്തിനും പരിമിതിയും ഉണ്ടെന്ന് നമ്മുടെ കാലം, നമ്മുടെ മണ്ണ് തിരിച്ചറിഞ്ഞപ്പോൾ പരിധിയും പരിമിതിയും ഇല്ലാതെ ജീവൻ വെച്ചുകൊടുത്ത് സ്നേഹിച്ച സ്നേഹത്തിന്റെ പേരാ യേശു ക്രിസ്തു. ശബ്ദമുയർത്തി എല്ലാവരും അത് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ചിലരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, ചിലരുടെ കണ്ണുനീരിനെ ഒപ്പുവാൻ, അകന്നു നിൽക്കുന്ന ചിലതിനെ ചേർത്ത് നിർത്തുവാൻ, കൈവിടപ്പെട്ട ചിലതിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറുള്ളവനായി അവൻ ഇവിടെ വന്നിട്ടുണ്ട്. 12 വർഷം രക്തസ്രാവക്കാരിയായി തെരുവിൽ അലഞ്ഞവൾ വീട്ടുകാർക്ക് വേണ്ട, നാളെ വീട്ടിൽ നിറക്കി വിടുവാൻ സാധ്യതയുള്ളവർ യേശുവിനെ കണ്ട് ഓടി വന്നപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് 12 വർഷത്തെ 12 സെക്കൻഡ് കൊണ്ട് സൗഖ്യമാക്കിയവന്റെ പേരാ യേശു ക്രിസ്തു. അവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. എരിയുന്ന തീച്ചൂളയിൽ 4-ആമനായി വെളിപ്പെട്ടവൻ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. തകർന്നതിനോട് ചേർന്ന് നടന്ന് എമൗസ് യാത്രയിൽ 3-ആമനായി വെളിപ്പെട്ടവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഒരു ദൈവശക്തിയുടെ അത്യന്ത വ്യാപാരം ബലഹീന ശരീരങ്ങളുടെ മേൽ എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. സെക്ഷൻ കൺവെൻഷന്റെ ഈ 4-ആം രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയായി തീരാൻ പോകുക. ചില അസ്വസ്ഥതകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രിയിൽ ഒരു പ്രസംഗം കേൾക്കുവാൻ വേണ്ടി നിൽക്കരുത്. സ്വർഗം ചിലരെ വീണ്ടെടുക്കുന്ന രാത്രിയാ. ചില രോഗങ്ങളിൽ നിന്ന് ചിലരെ വീണ്ടെടുക്കട്ടെ. ചില പ്രശ്നങ്ങളുടെ മേൽ യേശു പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപനിമിത്തം അകന്നുപോയ മാനവകുലത്തെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ പേരായിരുന്നു വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിൽ വെളിപ്പെട്ട സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ആർക്കും ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ, അതുവരെ ആരും ചെയ്യാത്തതിനേക്കാൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി വില നൽകി നമ്മളെ വീണ്ടെടുത്തവന്റെ പേരാ യേശു ക്രിസ്തു. അവൻ ആ വില കൊടുത്ത സ്ഥലത്തിന്റെ പേരാ കാൽവറി. നിലയില്ല കയത്തിൽ ആണ്ടുപോയ ഒരുവനെ രക്ഷിക്കുവാൻ വേണ്ടി കരയിൽ നിന്നൊരു മുങ്ങൽ വിദഗ്ധൻ ആ കയത്തിലേക്ക് എടുത്ത് ചാടി. പക്ഷേ ചാടിയപ്പോൾ മുങ്ങൽ വിദഗ്ധന് മനസ്സിലായി, എൻ്റെ കയ്യിൽ വെപ്പൺസ് ഒന്നുമില്ല, എന്നാൽ ഡ്രസ്സില്ല, ഈ കയത്തിലിറങ്ങുമ്പോൾ എടുക്കേണ്ടുന്ന പ്രിക്കോഷൻസ് ഇല്ല, ഓക്സിജൻ ട്യൂബുകളില്ല. തിരിച്ചു കയറാമായിരുന്നു. എന്നാൽ താണു പോകുന്നവൻ്റെ നിലവിളി കാതിൽ മുഴങ്ങിയപ്പോൾ തൻ്റെ ജീവനെ തൃണവൽക്കരിക്കുവാൻ ആ മുങ്ങൽ വിദഗ്ധൻ തീരുമാനിച്ചു. അദ്ദേഹം ആ കയത്തിൻ്റെ ആഴത്തിലേക്ക് ഊളിയിട്ടപ്പോൾ ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് 2 കൈ മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കയത്തിൻ്റെ ആഴത്തിലേക്ക് താണുപോകുന്നവൻ്റെ നേരെ ഈ ബലമുള്ളവൻ്റെ കരം നീട്ടി തട്ടി ആ കരത്തിൽ പിടിച്ചു വലിച്ചു പൊക്കി വാരിയെടുത്ത് കരയിലിട്ട് കുടിച്ച വെള്ളത്തെ പുറത്ത് കളഞ്ഞിട്ട് കൃത്രിമ ശ്വാസം അവനിൽ കൊടുത്ത് അവനെ മടക്കി കൊണ്ടുവരുന്നത് പോലെ തകർന്നു പോയതിനെ മടക്കി കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ പേരാ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ രാത്രിയാ. കൈവിടപ്പെട്ടതിനെ ചേർത്ത് പിടിക്കുന്ന പദ്ധതിയുടെ പേരാ യേശു ക്രിസ്തു. ജീവിതം മടുത്തതിന് പൂർവാധികം ബലം മടക്കി കൊടുക്കുന്നവന്റെ പേരാ യേശു ക്രിസ്തു. നാളെ എന്തെന്ന് ചോദിക്കുന്നവർക്ക് തരാനുള്ള ഏക ഉത്തരത്തിന്റെ പേരാ യേശു ക്രിസ്തു. ഈ 4-ആം ദിനം രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരിൽ ഒരു ചലനം സൃഷ്ടിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇതൊരു സാധാരണ കൺവെൻഷനായി ഇന്ന് രാത്രിയിലും പ്രസംഗം കേട്ട് മടങ്ങിപ്പോകുന്ന ഒരു രാത്രിയല്ല. സ്വർഗം ചിലതിനെ തിരിച്ചു പിടിക്കുന്ന രാത്രിയാ. ഉള്ളം തുറന്ന് പറ, അതെന്റെ തലമുറയാകട്ടെ. ഉള്ളം തുറന്ന് പറ, അതെന്റെ പ്രിയപ്പെട്ടവന്റെ രോഗത്തിൽ നിന്നാകട്ടെ. ഉള്ളം തുറന്ന് പറ, മനസ്സും അടുത്ത് നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവളാകട്ടെ. ഇന്ന് രാത്രിയിൽ വിശ്വസിച്ച് വിശ്വാസത്തോടെ ചില പ്രഖ്യാപനങ്ങൾ ഈ ഗ്രൗണ്ടിൽ മുഴങ്ങട്ടെ. ശമന റമന ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ മുതൽ മുടക്കിന്റെ വില അറിയുവാൻ ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വളരെ വേഗം ഒന്ന് പറഞ്ഞു നിർത്താം. കടയിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾ, പ്രൈസ് ദി ലോർഡ്, കടയിൽ തുണിക്കടയിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൽ തന്നെ അങ്ങ് തുടങ്ങാം.
നമ്മളെല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഇത്രയും രൂപയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ, അല്ലെങ്കിൽ ഒരു റേഞ്ച് നമ്മൾ ചോദിക്കും. സാധനം വാരി മുന്നിടുമ്പോൾ ഇതിൻ്റെ ഭംഗി നോക്കുന്നതിനേക്കാൾ നമ്മൾ നോക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താ? പ്രൈസ് ടാഗ്. വില എന്താണ്? ഭംഗിയല്ല നമുക്ക് വിഷയം, വില. അപ്പോൾ വില കൂടുതലാണെങ്കിൽ നമ്മൾ പറയും ഇച്ചിരി കൂടി വില കുറഞ്ഞത്. കടക്കാരൻ പറയും ഇതാ ഭംഗി, വല്ലല്ല ഇച്ചിരി. അത് നമ്മുടെ നേച്ചറാ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും ഒരു പ്രൈസ് ടാഗ് ഉണ്ട്. എല്ലാവരുടെ മേലും സാരിയുടെയും ചുരിദാറിൻ്റെയും മെറ്റീരിയൽ കണ്ട അതേ പ്രൈസ് ടാഗ്, ആ ഷർട്ടിൻ്റെ കോളറിൽ കണ്ട അതേ പ്രൈസ് ടാഗ് പോലെ സഹോദര സഹോദരി, ഇന്ന് രാത്രി നമ്മുടെ മേൽ ഒരു പ്രൈസ് ടാഗ് സ്വർഗം ചാർത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ അതിൻ്റെ വിലയൊന്ന് നോക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഒരു കാൽക്കുലേറ്ററിനും 0 തീരത്തില്ല. അത്രയ്ക്ക് വിലപിടിപ്പോടെ തെരഞ്ഞെടുത്ത ഒരു സമൂഹമാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ആ സംഖ്യ കാൽക്കുലേറ്റ് ചെയ്യുവാൻ ഒരു എക്കണോമിസ്റ്റിനും കഴിയത്തില്ല. പത്രോസ് അപ്പോസ്തലൻ ഒറ്റ വാചകത്തിൽ അങ്ങ് പറഞ്ഞു, എന്താ? വൃത്തവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പൊന്നും വെള്ളിയും നിസ്സാര വസ്തുക്കളായതുകൊണ്ടല്ല. ഈ ഭൂമിയുടെ സമ്പദ്ഘടന നിർണ്ണയിക്കുന്നത് പൊന്നിനെ ആസ്പദമാക്കിയ റിസർവ് ബാങ്ക് നോട്ട് പുറത്തേക്ക് പ്രിന്റ് ചെയ്ത് വിടുമ്പോൾ കരുതലായിട്ട് വെക്കുന്നത് സ്വർണ്ണക്കട്ടികളാ. അത്രയ്ക്ക് വാല്യുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം വിലപിടിപ്പുള്ളത് തങ്കമാ. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. പത്രോസ് അപ്പോസ്തലൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി വെച്ചു, അതിലും വിലയുള്ള എന്തെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ പുണ്യാഹ രക്തമല്ലാതെ അതിലും വിലയുള്ളതൊന്നും ഇതുവരെ ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ബൈബിൾ ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞു, വീണ്ടെടുക്കപ്പെടുവാൻ വേണ്ടി മനുഷ്യനെ ഒരുക്കുന്ന പദ്ധതിയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ആത്മാവിൻ്റെ വില മുഴുലോകത്തിൻ്റെ വിലയേക്കാൾ വലുതാ. എന്താ മുഴുലോകത്തിൻ്റെ വില? ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല ഈ ഭൂമിക്കൊരു വില. ഭൂമിക്കൊരു വില ഇടുവാൻ ആർക്കും കഴിയത്തില്ല. എങ്ങനെയാ ഈ ഭൂമിക്ക് വിലയിടുന്നത്? എങ്ങനെ ഇടാൻ പറ്റും? വാല്യൂ ഒക്കെ എങ്ങനെ കണ്ടെത്തും? ഒരു എക്കണോമിസ്റ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഈ പുനലൂർ പട്ടണത്തിന് വിലയിടാൻ ഒരു എക്കണോമിസ്റ്റിന് കഴിയത്തില്ല. ഈ ഒറ്റ പട്ടണത്തിന് വിലയിടുവാൻ ഒരു സാമ്പത്തിക വിദഗ്ധനും വളർന്നിട്ടില്ല. കാരണം ഇവിടെയുള്ള അസറ്റുകൾ, ആസ്തികൾ, വസ്തുക്കളുടെ വില, വാഹനങ്ങളുടെ വില, കടയിലെ സ്റ്റോക്ക്, ഇതെല്ലാം വരും. ആസ്തി നോക്കുമ്പോൾ വിലയിടാൻ ഒരു എക്കണോമിസ്റ്റിനും ഈ ഒരു കൊച്ചു പട്ടണത്തിൻ്റെ വിലയിടത്തക്കവണ്ണം ഇതുവരെ വളർന്നിട്ടില്ല. ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ന്യൂയോർക്കിലും ഫ്രാൻസിലും ബ്രിട്ടനിലും ഒന്നുമല്ല, ഇന്ത്യയിലാണ്. മുംബൈയിലുള്ള ഒരു സ്ഥലത്തിനാണ് ലോകത്തിൽ ഏറ്റവും അധികം വില ഇതുവരെ ഇവിടെ വീണിരിക്കുന്നത്, ഭൂമിയിൽ വീണിരിക്കുന്നത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഇവിടെ വിലയിടാൻ നോക്കിയാൽ, ഓരോ രാഷ്ട്രങ്ങളുടെ ആസ്തികളും അസറ്റുകളും അളക്കാൻ നോക്കിയാൽ, വലിപ്പം അളക്കാൻ നോക്കിയാൽ ഒരു എക്കണോമിസ്റ്റും വളർന്നിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി യോഗത്തിലിരിക്കുന്ന സാധു പിതാവേ, വാത്സല്യ മാതാവേ, സഹോദരി, സ്വർഗം എനിക്കും നിങ്ങൾക്കും ഇട്ടിരിക്കുന്ന ഒരു വിലയുണ്ടല്ലോ, അത് ലോകത്തിൻ്റെ വിലയേക്കാൾ ശ്രേഷ്ഠമാ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാം, ആര് തള്ളിയാലും അവന് നമ്മൾ വിലപ്പെട്ടവരാ. ആര് മറന്നാലും അവൻ നമ്മളെ ഓർക്കുന്ന ദൈവമാ. ആര് കൈവിട്ടാലും ആ വിടുന്ന കയ്യിൽ അവൻ പിടിക്കുന്ന ദൈവമാ. ചിലരോട് ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ സംസാരിക്കുക, മരുന്ന് തള്ളിയാലും അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാ. എത്ര പേർ ചേർന്നൊന്ന് സ്തോത്രം ചെയ്യും? പരിശുദ്ധാത്മാവ് ചിലരെ ജീവിതത്തിലേക്ക് തൻ്റെ അത്ഭുത ശക്തിയാൽ മടക്കി കൊണ്ടുവരുന്ന ഒരു രാത്രിയായി തീരാൻ പോകുക. ചേർന്ന് കർത്താവിനെ ശബ്ദമുയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, രോഗശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി തുടച്ചു മാറ്റുന്ന പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരം. നമുക്കെല്ലാവർക്കും ഒരു അറിവുണ്ട്. എന്താ നമ്മുടെ അറിവ്? മരുന്ന് കഴിച്ചാൽ രോഗം മാറും. രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് ആഹാരം കഴിച്ചില്ലെങ്കിലും മരുന്ന് പെട്ടി എവിടെയെന്ന് നോക്കുന്നവരാ നമ്മൾ. ആഹാരം കഴിച്ച ഉടനെ ഭാര്യയെ വിളിക്കും. എങ്ങനെയാ വിളിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. മരുന്ന് പെട്ടി എടുത്തോണ്ട് വാ, എവിടാ ഇരിക്കുന്നത്? പ്രൈസലോ അച്ഛാ, മരുന്ന് തീർന്നു പോയി, മറന്നുപോയെന്നെങ്ങാനും പറഞ്ഞാൽ അന്ന് രാത്രി ആ സഹോദരിക്ക് ഉറക്കം നഷ്ടപ്പെടും. ആഹാരത്തെക്കാൾ പ്രാധാന്യത്തോടെ നമ്മൾ തപ്പുന്നത് ഇന്ന് മരുന്ന് പെട്ടികളാ. പ്രൈസലോ, സത്യമല്ലേ പ്രിയമുള്ളവരെ? സത്യമല്ലേ? ഹല്ലേലൂയ. ഇന്ന് മനുഷ്യൻ ഏറ്റവും അധികം സെർച്ച് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളുടെ പേരുകളാ. ഓരോ സ്പെഷ്യാലിറ്റിയുള്ള ഹോസ്പിറ്റലുകൾ.
ഇൻ്റർനെറ്റിലും ഗൂഗിളിൽ നോക്കിയാൽ ഈ ഹോസ്പിറ്റൽ, ഈ രോഗത്തിന് ഹോസ്പിറ്റൽ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പുനലൂർ തള്ളിയാൽ നേരെ തിരുവനന്തപുരം, അല്ലെങ്കിൽ വടക്കോട്ട് പോയാൽ കോട്ടയം, അതിനപ്പുറം എറണാകുളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ. മനുഷ്യനെന്ന് പരക്കം പായുന്നൊരു മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത നമ്മുടെ നോട്ടം മിടുക്കന്മാരായ ഡോക്ടേഴ്സ് എവിടെ ഉണ്ടെന്നാ. ഇവിടുത്തെ പോരാ, കൊച്ചി പോയേക്കാം, കൊച്ചിയിൽ പോയേക്കാം. ഒത്തിരി നേരം ഇരിക്കണം, സാരമില്ല. എത്ര മണിക്കൂർ വേണേലും ഇരിക്കാൻ നമ്മൾ തയ്യാറാ. ഡോക്ടറുടെ ക്യാബിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ക്ഷമ മനുഷ്യൻ ഏറ്റവും അധികം കാണിക്കുന്ന സ്ഥലം ഡോക്ടറുടെ ക്യാബിൻ്റെ മുന്നിലാ. വേറെ എങ്ങും ഈ ക്ഷമയെന്ന് മനുഷ്യനില്ല. കാരണം അവന് ജീവിക്കണം. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം എന്താണെന്നറിയാമോ? മരുന്നിന് പരിമിതിയുണ്ട്. മരുന്ന് രക്ഷിക്കുമെന്നല്ലേ അറിവ്, പക്ഷേ മരുന്നിന് പരിമിതിയുണ്ട്. കോവിഡ് തെളിയിച്ച ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. 1.5 വർഷം കൊണ്ട് 2 കോടിയെ ഈ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റി. 2 crore, 2 കോടി ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു. എന്താ നമ്മൾ കേട്ട സത്യം? എന്താ മരുന്നില്ലേ? 1 മാസത്തിനകം വാക്സിൻ ഉണ്ടായി. 1ാം വാക്സിനും 2ാം വാക്സിനും 3ാം വാക്സിനും എടുത്തവരാ. കോവിഡ് കണ്ട ഒരു തലമുറയാ ഈ തലമുറ. അതിന് ഗൗരവം അറിഞ്ഞവരാ. എന്താ നമ്മൾ തിരിച്ചറിഞ്ഞൊരു സത്യം? 1ഉം 2ഉം 3ഉം വാക്സിൻ ക്യൂ വെച്ചും ബഹളമൊക്കെ. ഞാൻ 2ാമത്തെ വാക്സിൻ എടുക്കുവാൻ ഒരു സ്കൂളിൽ ഒരു ഗവൺമെൻറ് ഓഫീസിൻ്റെ മുന്നിലും കണ്ട എവിടെയോ ക്യൂ നിൽക്കുമ്പോൾ ഇച്ചിരി പ്രായമുള്ള നിൽക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ആ ക്യൂ തെറ്റിച്ച് ഞങ്ങളുടെ 2-3 കുറച്ച് പേരുടെ മുന്നിലോട്ട് അങ്ങോട്ട് കയറിപ്പോയി. ആ മനുഷ്യൻ ആ സഹിച്ച പീഡനം ഭയങ്കരമായിരുന്നു. ഇതിലും നല്ലത് പുള്ളി കോവിഡ് വന്ന് മരിക്കുന്നതായിരുന്നു. പുറകിൽ നിന്നവരെന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? ഞങ്ങളുടെ ജീവന് വിലയില്ലേ, ഞങ്ങൾ ചത്താലും ഇയാൾക്ക് കുഴപ്പമില്ലേ, ഞങ്ങൾ ക്യൂ നിൽക്കുകയല്ലേ, എത്ര നേരം കൊണ്ട് നിൽക്കുന്നു, ആ പുറകിലെങ്ങാനും പോയി നിൽക്കുക, ഞങ്ങൾ ചത്താലും കുഴപ്പമില്ലേ. എന്തെല്ലാം ചോദ്യങ്ങളാണ് ആ മനുഷ്യൻ നേരിട്ടത്. 1ാം വാക്സിനും 2ാം വാക്സിനും 3ാം വാക്സിനും ബഹളം വെച്ചും ക്യൂ നിന്നും എന്തെല്ലാം വിപ്രാളങ്ങൾ നമ്മൾ കാണിച്ചതാ. പക്ഷെ മരണനിരക്ക് കൂടിയതല്ലാതെ കുറഞ്ഞില്ല. 2 കോടി 1.5 വർഷം കൊണ്ട് ഇവിടുന്ന് തുടച്ചു മാറ്റി. മരുന്നിന് പരിമിതിയുണ്ടെന്ന് ലോകം തെളിയിച്ചു, കാലം തെളിയിച്ചു. രക്ഷിക്കുന്നതിന് പരിമിതിയുണ്ടെന്ന് കാലം തെളിയിച്ചു. അതൊരു സത്യമാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഡോക്ടർമാർ, മനുഷ്യൻ്റെ ഒന്നൊരു ആവേശമാണ്. ഡോക്ടറെ അടുക്കൽ ചെന്നാൽ ഞാൻ സൗഖ്യമാകും, കുതിച്ചു പായുക. തിരുവല്ലായിൽ നിന്ന് ഒരു സഹോദരിയെ കൊണ്ട് ആംബുലൻസിൽ കൊച്ചിയിലേക്ക് കുതിച്ച ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാനും ആ സഹോദരിയുടെ ഭർത്താവും കൂടി ഒരു ആംബുലൻസിൽ പോകുക. ആള് സംസാരിക്കും, ആള് ചിരിക്കും, ആഹാരം കഴിക്കും, ചോദ്യങ്ങൾക്ക് മറുപടി തരും. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയാ, കൊച്ചിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒന്ന് എത്തിച്ചാൽ മതി, രക്ഷപ്പെടും. ഇവിടെ തള്ളി 4 ദിവസമായിട്ടും പനി കുറയുന്നില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഡോക്ടർ പനിയൊന്നും കുറയുന്നില്ല, അതുകൊണ്ട് വേറെ എവിടെയും നോക്കിക്കോ എന്ന് പറഞ്ഞു. പണം ഇഷ്ടം പോലെയുള്ളൊരു പ്രിയപ്പെട്ടവരായിരുന്നു. ആംബുലൻസിൽ കുതിക്കിയ പെട്ടെന്നെത്തണം. നേരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിലേക്ക് ഈ സഹോദരിയെ കയറ്റി. ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ഉണ്ട്. വെള്ളം കൊടുത്താൽ കുടിക്കും, ആഹാരം കഴിക്കും, വർത്തമാനം പറയും. ആ ഭർത്താവ് ഫോൺ ചെയ്യുവാൻ വേണ്ടി പുറത്തോട്ടൊന്ന് ഇറങ്ങി. 3-4 ഡോക്ടേഴ്സ് വരികയാ. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 വരുന്നത് കാണുമ്പോൾ അറിയാം. 1-ആമൻ, 2-ആമൻ, 3-ആമൻ, 4-ആമൻ പ്രധാന ഡോക്ടേഴ്സ് എല്ലാം ഉള്ള ഒരു സമയമായിരുന്നു. ഒരാൾ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ വരികയാ. ഒരു പേഷ്യൻ്റ് വന്നു, പെട്ടെന്ന് നോക്കണം എന്നറിയിപ്പ് വന്നപ്പോൾ പ്രധാന ഡോക്ടർ വന്ന് 2-3 ചോദ്യം ചോദിച്ചു. ശരീരത്തിന് വയറിൻ്റെ വശങ്ങളിലുമൊക്കെ 2 അടി അടിച്ചു. ആ ഡോക്ടർ ഞാൻ അടുത്ത് നിൽക്കുക, ഭർത്താവ് അവിടെ ഇല്ല. തൻ്റെ അടുക്ക് നിൽക്കുന്ന ഡോക്ടർ നേരെ തലയൊന്ന് തിരിച്ച് കണ്ണടച്ച് തലയൊരു 2 ആട്ടാട്ടി. എന്നാണെന്നറിയാമോ? ആൾ രക്ഷപ്പെടത്തില്ല. സംസാരിക്കുന്ന വ്യക്തി, ആരോഗ്യമുള്ള വ്യക്തി, ആഹാരം കഴിക്കുന്ന വ്യക്തി, ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന വ്യക്തി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിയാൽ രക്ഷപ്പെടും പ്രതീക്ഷയോടെയാ. എന്നാൽ അന്ന് രാത്രിയിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. ആളി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇവിടെ നമ്മൾ കണ്ടതിനും കേട്ടതിനും എല്ലാം അറിവാ. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. അറിവിൻ്റെ മുന്നിൽ മനുഷ്യനെന്ന് പകച്ചു നിൽക്കുക മരുന്ന്, ഡോക്ടർ, ഹോസ്പിറ്റൽ. എന്നാൽ ഇന്ന് രാത്രിയിൽ അറിവിൻ്റെ ദൈവമല്ല, അത്ഭുതത്തിൻ്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുക. അറിവ് പകച്ചു നിൽക്കുമ്പോൾ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില ഭവനങ്ങളിൽ അത്ഭുതത്തിന്റെ ശക്തികൾ വെളിപ്പെടട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പുനലൂർ വെസ്റ്റ് സെക്ഷൻ ഈ കൺവെൻഷനിൽ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം തളർന്നിരിക്കുന്ന ചിലരെ മടക്കി കൊണ്ടുവരുന്ന സമയങ്ങളാക്കി പരിശുദ്ധാത്മാവ് തീർക്കാൻ പോകുക. കൈവിടപ്പെട്ട ചിലതിനെ അവൻ മടക്കി പിടിക്കുന്ന രാത്രിയായി തീരട്ടെ. ജീവിതം മടുത്ത ചിലതിനെ തിരികെ കൊണ്ടുവരുന്ന രാത്രിയായി തീരട്ടെ. ചില പിന്മാറ്റക്കാരെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന സമയമായി തീരട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം, ആരും രക്ഷിച്ചിട്ടില്ല, എന്നാൽ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്ക് സഹോദര, നിന്റെ കൂടെ അവൻ നിന്റെ വീട്ടിലേക്ക് വരുന്ന സമയമായി തീരട്ടെ. ഹല്ലേലൂയ. കനാവിലെ കല്യാണ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാചകം യേശുവിൻ്റെ അമ്മ മറിയുടെ വാചകമോ യേശുവിൻ്റെ വാചകമോ വീട്ടുകാരൻ്റെ വാചകവുമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാചകം ദ ഹെഡ് വെയ്റ്റർ, വിരുന്നുവാഴിയുടെ വാചകമാണ്. ആ വാചകമാണ് എനിക്കിഷ്ടമുള്ള വാചകം. എനിക്കിഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയാമോ? ആ മനുഷ്യൻ പറയുന്നൊരു വാചകം ഇങ്ങനെ, വേർ യു കെപ്റ്റ് ദിസ് മച്ച് ഗുഡ്. ഇത്ര ശ്രേഷ്ഠമേറിയത് എവിടെ നീ ഒളിപ്പിച്ചു വെച്ചു? വിരുന്നുവാഴിക്ക് അതിൻ്റെ പിന്നിലെ ചരിത്രം അറിയത്തില്ല, എന്നാൽ ചരിത്രം അറിയാവുന്ന ഒരു ഉടമസ്ഥൻ അവിടെ ഉണ്ട്. ചരിത്രം അറിയാവുന്ന മറി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ട്. ചരിത്രം അറിയാവുന്ന 2-3 പേർ മാത്രമുള്ളപ്പോൾ വിരുന്നുവാഴി ആദ്യത്തെ വീഞ്ഞ് കൊള്ളാം എന്ന് പറഞ്ഞ് വാഴ്ത്തി നൽകിയവൻ രണ്ടാമത്തേത് രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത്ര ശ്രേഷ്ഠമേറിയത് ഇതുവരെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചു. ഇന്ന് രാത്രി അവിടെ വന്ന പലർക്കും അതറിയത്തില്ലെങ്കിലും ഇന്ന് രാത്രി നമുക്കതിൻ്റെ ചരിത്രം അറിയാം. യേശു ആ വിഷയത്തിൽ ഇടപെട്ടു. ഹല്ലേലൂയ. ദൈവാത്മാവ് സംസാരിക്കുക. യേശു ആ വിഷയത്തിൽ ഇടപെട്ടു. ഇന്ന് രാത്രി അവൻ ഇടപെട്ടാൽ അപമാനം മാനമായി തീരും. തല താഴ്ന്നത് ഉയർത്തിപ്പിടിക്കും. ദൈവാത്മാവ് ഇടപെടുക. ജീവിതം അടുത്ത ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുക. ശമന റമന ഹസ്കനാദന, സ്വന്തം ശരീരത്തെ നോക്കി വിഷണ്ണരായിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്ന രാത്രിയാ. അവൻ ഇടപെട്ടാൽ ചില അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അവിടെ പൂവർ എന്നാണ് ആദ്യത്തേതിനെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ബൈബിൾ ട്രാൻസ്ലേഷനിൽ പൂവർ എന്നാ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേതിന് കൊടുത്തിരിക്കുന്ന പേര് ഗുഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പൂവർ ബിക്കേം ഗുഡ്. കാരണം യേശു ഇടപെട്ടു. താഴ്ച ഉയർച്ചയായി മാറും, ബലഹീനത ശക്തിയായി മാറും, രോഗം സൗഖ്യമായി മാറും. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇതൊരു സാധാരണ രാത്രിയല്ല, സ്വർഗം ചിലതിനെ തിരിച്ചു പിടിക്കുന്ന രാത്രിയാ. വീണ്ടെടുപ്പിന്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി പുനലൂർ പട്ടണത്തിൽ ഈ പന്തലിൽ വ്യാപരിക്കുന്ന സമയമാ. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ അല്പസമയം സ്തുതിച്ചാട്ടെ. ചില അത്ഭുത വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങളും യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളും യേശുക്രിസ്തുവിന്റെ ജീവിതവും ആ കാലഘട്ടത്തിൽ വലിയൊരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ താല്പര്യമില്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ സ്നേഹം അനേകരിലേക്ക് യേശുവിനെ ആകർഷിക്കുന്നത് കണ്ടപ്പോൾ മതനേതാക്കൾ യേശുവിന് നേരെ തിരിഞ്ഞു. അവനെ കൊല്ലാൻ വേണ്ടി ഒരുക്കിയ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ കാൽവറി എന്നുള്ള ശബ്ദത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവനെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചു. വലിയൊരു പദ്ധതി അവനെതിരെ തിരിഞ്ഞത് അസൂയയുടെ പോരായിരുന്നു. അവന്റെ പ്രവൃത്തികൾ കണ്ട അസൂയ പൂണ്ട പലരും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ഉള്ളു തുറന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ പേരാ അസൂയ. എണ്ണപ്പെട്ട പാപങ്ങളുടെ ഒരു ലിസ്റ്റിൽ പെടുന്ന പാപമാ അസൂയ. എന്താ ഇന്ന് സൃഷ്ടിക്കുന്നത്? സ്വന്തം സഹോദരൻ ഇല്ലാതാകാൻ ഉള്ള ആഗ്രഹം, മുടിഞ്ഞു പോകുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, തകർച്ച കേൾക്കുവാൻ കൊതിക്കുന്ന കാതുകൾ, ഒരുത്തൻ തകരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ സന്തോഷം മുട്ടിടുന്നെങ്കിൽ ഓർത്തോണേ, അത് പൈശാചിക ശക്തിയാ. തകർന്നതിനെ നോക്കി സന്തോഷിക്കുവാനല്ല, അവന്റെ മടങ്ങി വരവായിരിക്കണം ദൈവസഭയുടെ ലക്ഷ്യം. മുടിഞ്ഞു പോകുന്നവനെ കാണുമ്പോൾ പോകട്ടെന്ന് പറഞ്ഞ് പിന്മാറുന്നവനായിട്ടല്ല. ഞാൻ ഇന്ന് രാത്രി കൺവെൻഷൻ സംഘടിപ്പിച്ച് അതിൻ്റെ കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിചാരം ഒരു സെക്ഷൻ കൺവെൻഷൻ സഭയുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ വർഷങ്ങളായി ജനറൽ കൺവെൻഷൻ നടന്നിട്ടുള്ള ഈ സ്ഥലത്ത്, സുവിശേഷം ഒത്തിരി കേട്ടിട്ടുള്ള പുനലൂരിൽ ഇങ്ങനെ നടക്കുന്നു ഒരു കൺവെൻഷൻ അല്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ മാറ്റിക്കോണം. ഞാൻ ഇന്നേക്ക് 30 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്: ഒരു കൺവെൻഷനും വെറുതെ അല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കൺവെൻഷനും വെറുതെ അല്ല. കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അത് വെറുതെ അല്ല. 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷനിൽ എൻ്റെ പിതാവിനെ കൊണ്ട് പ്രസംഗിക്കുവാൻ പോയൊരു ചരിത്രം ഞാൻ സാധാരണ ഇങ്ങനെയുള്ള കൺവെൻഷൻ വേദികളിൽ പറയാറുണ്ട്.
പ്രസംഗം കഴിഞ്ഞു, എല്ലാവരും ഗ്രൗണ്ട് വിട്ട് പോകുക, ഗായക സംഘം ഗാനം പാടുക, ആർക്കും പറയുന്നതൊന്നും കേൾക്കത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റേജിൻ്റെ അടുക്കൽ നിൽക്കുക. എൻ്റെ പിതാവ് സ്റ്റേജിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ കോട്ടയം കുമളി റോഡിൻ്റെ അടുക്കൽ ഒരു ചെറിയ പട്ടണമാണ്, കളത്തിപ്പടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആ റോഡിൻ്റെ അപ്പുറം കോട്ടയം കുമളി ഭയങ്കര റഷ് റോഡാണ്, ബിസി റോഡാണ്, ലോറി, ബസ്, കാറ്. ആ റോഡിൻ്റെ അങ്ങേക്കരയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ റോഡിലേക്ക് എടുത്ത് ചാടി. ഇടം വലം നോക്കുന്നില്ല, വാഹനങ്ങൾ ചീറിപ്പായി ഇടിക്കും ഉറപ്പാ, പക്ഷെ അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല. വളരെ ശീഘ്രം ആ റോഡ് അദ്ദേഹം ക്രോസ് ചെയ്തു. ആശങ്കയോടെ ഞാനിങ്ങനെ നോക്കി നിൽക്കുക. പലരും കണ്ടു, നേരെ ഗ്രൗണ്ടിലേക്കാണ് കയറി വരുന്നത്. ഓടി അദ്ദേഹം സ്റ്റേജിൻ്റെ അടുക്കൽ വന്നു. പ്രസംഗിച്ച വ്യക്തി താഴെ നിൽക്കുക. പെരുവിരൽ കാണാൻ കേൾക്കത്തില്ല പറയുന്നത്. ഇങ്ങനെ പെരുവിരൽ അങ്ങോട്ട് പൊങ്ങിയിട്ട് ആ കാതിലേക്ക് അലറിയ ഒരു അലർച്ച ഇന്നും എൻ്റെ മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ചോദിച്ച ചോദ്യം കേൾക്കണമോ? 3 പേരെ കൊന്ന കൊലക്കേസ് പ്രതിയാ. തെളിവുകളൊന്നും അവശേഷിപ്പിച്ചില്ല. പോലീസും കോടതിയും എന്നെ വെറുതെ വിട്ടു. പാസ്റ്റർ പ്രസംഗിച്ച യേശു എൻ്റെ പാപം ക്ഷമിക്കുമോ? ഇതായിരുന്നു ചോദ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ ആരും കൈ ഉയർത്തി കാണത്തില്ല. ഓൾട്ടർ കോൾ കൊടുത്ത് മുന്നോട്ട് ആരെങ്കിലും ക്ഷണിച്ചപ്പോൾ ആരും വന്നു കാണത്തില്ല. പക്ഷെ കൺവെൻഷൻ കഴിഞ്ഞ് പ്രസംഗിച്ച വ്യക്തി ഗ്രൗണ്ട് വിട്ട് പോകുന്നതിന് മുമ്പ് കൊലക്കേസ് പ്രതിയെ സ്വർഗം മാനസാന്തരപ്പെടുത്തി. ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ ശക്തി അളക്കാൻ ഇവിടെ ഒരു അളവ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. ദൈവവചനത്തിന്റെ ശക്തിയെ തടയാൻ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കും ഇവിടെ വെളിപ്പെട്ടു വന്നിട്ടില്ല. അവന്റെ പ്രവൃത്തിയുടെ വ്യാപാരത്തെ തടയുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് കാലം തെളിയിച്ചുവെങ്കിൽ ഇന്ന് രാത്രി തളർന്നിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നിന്റെ വിഷയത്തിൽ ഇടപെടുവാൻ ഇതിലും യോഗ്യനായ മറ്റൊരു വ്യക്തി ഇല്ലവേ ഇല്ല. അവന്റെ പേരറിയാവുന്നവർ ചേർന്നൊന്ന് പറഞ്ഞാട്ടെ, യേശു ക്രിസ്തു. ഹല്ലേലൂയ, ആമേൻ. എത്ര പ്രാവശ്യം പോലീസുകാർ ഇടിച്ചു കാണും, എത്ര കോടതിയിൽ മാറി മാറി വിസ്തരിച്ചു കാണും, എത്ര ക്രോസ് വിസ്താരം നടത്തി കാണും. അവിടൊക്കെ ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ പിടിച്ചു നിന്നവന്റെ കാതിൽ യേശുക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷം ആ കാത് തുളച്ചകത്ത് കയറിയപ്പോൾ 3 കൊലക്കേസും ഏറ്റുപറയുവാൻ ഒരു യൗവനക്കാരൻ തയ്യാറായെങ്കിൽ ഇന്ന് രാത്രിയിൽ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാ യേശുക്രിസ്തു. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങളുടെ കലവറകളെ തുറന്നു വിടുവാൻ ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുക. ഈ കൺവെൻഷന്റെ ഈ തീരാൻ പോകുന്ന ഈ മിനിറ്റുകളിൽ പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുക. പരിശുദ്ധാത്മാവ് ചിലരെ ബലപ്പെടുത്തുക. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഒരു ദൈവശക്തിയുടെ അത്യന്ത വ്യാപാരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പീഡനവും ക്രൂശീകരണവും വേദനാജനകമായിരുന്നു. അവനെ അവർ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞവരിൽ തന്നെ 2-3 പേർ മാത്രമേ ക്രൂശിന്റെ ചുവട്ടിലും വന്നുള്ളൂ. ഒന്ന് ഓർത്തോണേ, ക്രൂശിന്റെ ചുവട്ടിൽ വന്നുള്ളൂ. വളരെ ഗൗരവത്തിൽ നമ്മളൊന്ന് ഓർക്കണം. കാൽവറിയിൽ നമ്മൾ നോക്കിയാൽ 3 ക്രൂശുകൾ കാണാം, 3 കുരിശുകൾ. ഒന്നാമത്തെ കുരിശ് ലോകരക്ഷകൻ, രണ്ടാമത്തെ കുരിശ് അവനെ അംഗീകരിച്ചവൻ, മൂന്നാമത്തെ കുരിശ് പരിഹസിക്കുന്നവൻ. ഈ 3 ക്രൂശുകൾ കാൽവറിയിൽ നമുക്ക് കാണാം. യേശുക്രിസ്തുവിന് വിധിച്ച ക്രൂശ് മരണം ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ നീചമരണമായിരുന്നു. പൗലോസ് ജ്ഞാനം എന്നൊരു പദം അവിടെ ഉപയോഗിക്കുവാനുള്ള കാരണം ഞാൻ പറയാൻ പോകുകയാണ്. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ പൗലോസ് ജ്ഞാനം എന്നൊരു പദം ഉപയോഗിക്കുവാൻ കാരണം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം അന്നത്തെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലായിരുന്നു. കാരണം കൊടും ക്രിമിനലുകളെയാണ് ക്രൂശിക്കുന്നത്, കൊടും കുറ്റവാളികൾ. മനസ്സിലായോ? വിറക്കപ്പെടുന്നവർ, അറയ്ക്കപ്പെടുന്നവർ. അതുകൊണ്ടാണ് കാൽവറി യാത്രയിൽ 100 പടയാളികൾ തൻ്റെ കൂടെ ഉണ്ടായിട്ടും ശതാധിപൻ അവരോട് ആരോടും ക്രൂശ് ചുമക്കാൻ പറഞ്ഞില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അറയ്ക്കപ്പെട്ട വസ്തുവാ, ശപിക്കപ്പെട്ടവനാ ചുമക്കുന്നത്. അതിൻ്റെ അറ്റം തൊട്ടാൽ തൊടുന്നവനും ശപിക്കപ്പെടും. തൻ്റെ കീഴിലുള്ള പടയാളികളിൽ ഒരുത്തൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ള പേര് വിളി കേൾക്കാൻ ശതാധിപൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവരെ ആരെയും തെരഞ്ഞെടുക്കാതെ റോഡ് സൈഡിൽ നിന്നവന്റെ നേരെ ഈ ശതാധിപൻ വിരൽ ചൂണ്ടിയത്. അതിന്റെ ഗൗരവം പിടികിട്ടിയോ? അവൻ കാണാൻ നിന്നവൻ ക്രൂശ് ചുമലിലേറ്റിയോ. ഞാൻ ഒന്നും കൂടി പറയാം. എന്താ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുവാനുള്ള കാരണം? നമുക്കെല്ലാവർക്കും അറിയാം.
എങ്കിലും ഞാൻ ഒന്ന് തൊട്ടുപോകട്ടെ. അവൻ ക്രൂശിക്കപ്പെടുവാൻ യോഗ്യനല്ലായിരുന്നു. യേശുക്രിസ്തുവിനെ വിസ്തരിച്ച പൊന്തിയോസ് പീലാത്തോസിന്റെ വാചകങ്ങൾ നമ്മൾ ബൈബിളിന്റെ പല ഭാഗങ്ങളിൽ വായിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു വാചകം, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നായിരുന്നു. 2 പ്രാവശ്യം ചാർജ് ഷീറ്റ് പീലാത്തോസിന്റെ കയ്യിൽ വന്നു. വെറുതെ വിടുമെന്ന് വിചാരിച്ച് ഒന്നിനു പുറകെ 2 ചാർജ് ഷീറ്റുകൾ 2 പ്രാവശ്യം വിസ്തരിച്ചു. 2 പ്രാവശ്യം വിസ്തരിച്ചിട്ട് ചാർജ് ഷീറ്റിന്റെ അവസാനം 3 പ്രാവശ്യം എഴുതി, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അതായിരുന്നു നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ലോകം കുറ്റം വിധിച്ചുവെങ്കിലും അവനൊരു കുറ്റവാളിയല്ലായിരുന്നു. പക്ഷെ നമ്മുടെ പാപത്തിന്റെ ശക്തിയും നമ്മുടെ രോഗത്തിന്റെ ശക്തിയും അതിൻ്റെ ശിക്ഷയുടെ ഫലം അവൻ ചുമക്കേണ്ടി വന്നപ്പോൾ, ഹല്ലേലൂയ, നമ്മൾ രക്ഷപ്പെടുവാൻ അവൻ അത് ചുമക്കേണ്ടി വന്നു, ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്, നമ്മുടെ സകല മുറിവുകളുടെയും വേദന അവൻ സഹിച്ചവനാ. എല്ലാ സർജറികളുടെയും വേദന ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കീറി മുറിക്കപ്പെട്ട ശരീരത്തിൽ അവൻ സഹിച്ചവനാ. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് സർജറി ഭയന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാവ് അവരോട് സംസാരിക്കുക. നിനക്ക് മുമ്പേ നിന്റെ വേദന അറിഞ്ഞ ഒരുവൻ നിന്നോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട അനുഭവത്തിൽ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ സമാപന മിനിറ്റിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നിനക്ക് മുമ്പേ ഒറ്റപ്പെട്ട ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒറ്റപ്പെടലുകൾ ജീവിതത്തിന്റെ അവസാനമല്ല, സർജറികൾ ജീവിതത്തിന്റെ അവസാനമല്ല, മുറിവുകൾ ജീവിതത്തിന്റെ അവസാനമല്ല. ഇതിനെ ജയിച്ച ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരാ യേശു ക്രിസ്തു. ചേർന്ന് ശബ്ദമുയർത്തി എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് രാത്രിയിൽ മടക്കി കൊണ്ടുവരിക. ഈ പന്തലിൽ ചിലരുടെ വീണ്ടെടുപ്പ് നടക്കുന്ന സമയമായി തീരട്ടെ. ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ കൈ പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചെന്നാലും ആരെങ്കിലും ഒക്കെ പരിചയമുള്ളവർ കാണും, യാത്ര ചെയ്യാൻ ആരെങ്കിലും ഒക്കെ കൂടെ കാണും. പക്ഷെ ഞാൻ ഒറ്റയായി പോയി എന്ന് ഞാൻ ചിന്തിച്ചൊരു സമയമുണ്ട്. ഒരു സ്ട്രക്ചറിൽ എൻ്റെ ശരീരം കയറ്റി കിടത്തിയിട്ട് എന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങനെ തള്ളിക്കയറ്റുമ്പോൾ ഞാൻ എന്നെ തള്ളുന്നവരെ ഇങ്ങനെ തല ഉയർത്തി നോക്കി. 3-4 ആരോഗ്യമുള്ള മെയിൽ നേഴ്സസ് എൻ്റെ ശരീരം തള്ളുകയാണ്. ഞാൻ അവരെ ഇങ്ങനെ നോക്കി. എൻ്റെ പ്രിയപ്പെട്ടവർ നിൽക്കുന്നത് നോക്കിയപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നതിലും ദൂരെയാണ് അവർ നിൽക്കുന്നത്. അന്ന് എൻ്റെ മനസ്സെന്നോട് വേദനയോട് പറഞ്ഞു, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നെൻ്റെ മനസ്സെന്നോട് പറഞ്ഞു. 6 മണിക്കൂർ നീണ്ട ഒരു സർജറി, അതിനുശേഷം പോസ്റ്റ് ഐസിയുവിലുള്ള പോസ്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ചില മണിക്കൂറുകൾ, 1-2 ദിവസമുള്ള വാസം. അതിനുശേഷം പുറത്തു വന്നു. 3 മാസക്കാലം ഞാൻ കിടക്കയിലായിരുന്നു. എന്നാൽ 3 മാസത്തിന് ശേഷം പഴയതിലും ബലത്തോടെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, അവിടെ നീ ഒറ്റയ്ക്കല്ലായിരുന്നു, അവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരോട് സംസാരിക്കുക. അവിടെ നീ ഒറ്റയ്ക്കല്ലായിരുന്നു, ഇവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ ഇന്ന് പുറത്ത് നടക്കുന്നത്. എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുക. തളർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചില പിതാക്കന്മാർ മാതാക്കൾ കൈവച്ച് പറ, കർത്താവേ നീ ഇവൻ്റെ കൂടെ ഉണ്ടാകണം. ഇന്ന് രാത്രി അവൻ കൂടെ ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും. ഒറ്റപ്പെട്ട മണ്ഡലങ്ങളിൽ ചിലരെ തിരിച്ചു പിടിക്കുന്ന ദൈവശക്തിയുടെ അത്യന്ത വ്യാപാരം. എല്ലാവരും ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക, എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുക. ചില ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളെ ദൈവസഭ ഇന്ന് രാത്രിയിൽ ജയിക്കാൻ പോകുക.